കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഫാൻസിനെ ഏപ്രിൽ ഫുൾ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ എന്തായാലും വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ഏപ്രിൽ ഫുൾ ആക്കേണ്ട കാര്യമൊന്നുമല്ല. വർഷത്തിന് 365 ദിവസവും ഈ ഒരു മാനേജ്മെന്റ് നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ദിവസം നമ്മളെ ഫുൾ ആക്കാൻ വേണ്ടി എടുക്കേണ്ട കാര്യമില്ല. മണ്ടന്മാരെന്നതിനെക്കാട്ടി ഉപരിയായിട്ട് കോമാളികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. ലോകത്തെവിടെ നടക്കും? അനുവദനീയമായിട്ടുള്ള വിദേശ താരങ്ങളെക്കാൾ ഇരട്ടിയിലധികം വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീസണിൽ മാത്രം 12ഓളം വിദേശ താരങ്ങളെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? സീസണിൻ്റെ മിഡ്വേയിൽ വെച്ചിട്ട് മെയിൻ കോച്ചിനെ പറഞ്ഞു വിടുന്നു. അതുകൂടാതെ 3 പ്ലേയേഴ്സിനെ നമ്മൾ കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുന്ന പ്ലേയേഴ്സിനെ ആരെയും മറ്റ് പ്ലേയേഴ്സിൻ്റെ സസ്പെൻഷനോടെ നിൽക്കുന്നതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അവരവിടെ വെറുതെ ഇരിക്കണം. ഇതിനെക്കാട്ടി വലിയ കോമാളിത്തരങ്ങളൊക്കെ വേറെ എന്താണ് നടക്കേണ്ടത്? ഒന്നും നടക്കത്തില്ലല്ലോ. അപ്പം നമ്മളെ പ്രത്യേകിച്ച് ഏപ്രിൽ ഫുൾ ആക്കേണ്ട കാര്യമൊന്നുമില്ല. വർഷങ്ങളായിട്ട് നമ്മളെ വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിച്ച് പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റിന് അങ്ങനെ പ്രത്യേക ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് നമ്മളെ പൊട്ടന്മാരാക്കാനൊന്നും പറ്റത്തില്ല. ഇതാണ് നമുക്കിങ്ങനെ ഏപ്രിൽ ഫുൾ ഒന്നും ഇല്ല. FC ഗോവ അവരുടെ ആരാധകരെ ഏപ്രിൽ ഫുൾ ആക്കിയെന്ന് പറയുമ്പം നമ്മളിങ്ങനെ വർഷം മൊത്തം കോമാളികളാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വി ആർ ഇൻഫിനിറ്റ് ജോക്കേഴ്സ് അല്ലല്ലോ, ഇൻഫിനിറ്റ് ഫൂൾസ്. അതിനകത്ത് അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഒരു പ്ലെയർ വരുന്നുണ്ട്, അത് ഞാൻ ഫുള്ളാക്കിയൊന്നുമല്ല, ഒരു പ്ലെയറെ സൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നടക്കത്തില്ലല്ലോ, രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇവന്മാരെ ലോക മൊണ്ണകളും മണ്ടന്മാരും ഒക്കെ കൂടെ എന്ത് തേങ്ങാക്കൊലയാണോ കാണിക്കുന്നത്?